പടം പോലും കാണാതെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ചേച്ചിക്ക് ഒരു പണിയില്ലാന്ന് മനസ്സിലായി. അന്ന് ബിഗ് ബോസ് ഇപ്പൊ എന്തൊക്കെയോ കാട്ടായം കാണിച്ചപ്പോ കുറച്ച് മനസ്സിലായി കഴിഞ്ഞാലേ സായി ഇതൊന്നും പറച്ചിൽ നിർത്തോ. പുള്ളു കുറ്റം പറഞ്ഞ് പൈസ കൊണ്ട് അരി വാങ്ങുന്ന നിന്നെ ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട. ഞാൻ ഇന്നിവിടെ ഒരു ശുദ്ധി കലശം നടത്തും. കൊല്ലില്ല, അരിയെ എന്തോ സംഭവമുണ്ട്. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. അവന്റെ ചിറകുകൾ ഓരോന്നായി ഞാൻ അരിഞ്ഞ് വീഴ്ത്തും. ആസനമല്ല, ഇന്ന് വെട്ടിപ്പൊളിക്കും. ചേച്ചിക്ക് ഒരു പണിയില്ലാന്ന് മനസ്സിലായി. കാരണം നമ്മുടെയൊക്കെ റിവ്യൂ ഇരുന്ന് കണ്ടിട്ട് അയ്യോ വെയിറ്റ് എ സെക്കൻഡ്, നിന്റെ റിവ്യൂ ഞാൻ എടുത്ത് നോക്കിയിരുന്നു. നമ്മൾ ഈ നാണം കേട്ടല്ലോ. നിന്റെ മോന്ത കാണുന്നതേ എനിക്ക് ഇഷ്ടം. അവിടെ തൊലിഞ്ഞ ഒരു മോന്തം വെച്ചോണ്ടിരിക്കും. നിന്നെ എന്റെ അടുത്ത് നിന്റെ ചെവിക്കനും അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. ഞാൻ തൂറി എറിയും നിന്നെ. അല്ല, നാട്ടുകാരാ പുള്ളു കുറ്റം പറഞ്ഞ് പൈസ കൊണ്ട് അരി വാങ്ങുന്ന നിന്നെ കാണുന്നതേ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഈ വീഡിയോ കുറെ ആൾക്കാർ എനിക്ക് അയച്ചപ്പോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നിന്റെ റിവ്യൂ ഒന്ന് കാണണ്ടോ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. അതും ഞാൻ ഫുള്ള് കണ്ടില്ല. ഫുള്ള് ഞാൻ എന്തിനു കാണണം? ആ ഭാഗം മാത്രം. ഓക്കെ, നല്ല ഒന്നാം തരം ഓറ ഫാമിങ് ചെയ്യും ഇങ്ങനത്തെ പോസിറ്റീവ് സാധനങ്ങൾ ഇട്ടിട്ട്. ചിലരെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മതി, വെറും പോസിറ്റീവ് താങ്ങൽ മാത്രമാണ് ബീജിയം ഇട്ടിട്ട്. കട്ടപ്പാറ പഴിപ്പിച്ച് ചങ്കി കുത്തിയാലും പൊള്ളാത്ത ആൾക്ക് ഒരു മുട്ടുസൂചി പഴിപ്പിച്ച് കുത്തിയപ്പോ പൊള്ളു. ഓക്കെ അണ്ണാ, അപ്പൊ ഈ പോസിറ്റീവ് പറയുന്ന അത്രയ്ക്ക് വലിയ തെറ്റല്ലേ? ഓക്കെ, ഇനി മുതൽ ഞാൻ കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരിക്കും. അണ്ണൻ പറഞ്ഞ പോലെ ഇവനൊക്കെ ഗുരുശാപം വാങ്ങി തട്ടിപ്പോണ എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ഫുള്ള് നെഗറ്റീവ്. എല്ലാരും കുറ്റം പറഞ്ഞ അണ്ണനെ പോലെ നടക്കാം. അപ്പം ഭയങ്കര നെഗറ്റീവ് ഓറ ഫാമിങ്ങോ അതാവുമല്ലോ, പൊളിക്കും. സോറിടാ, ഞാൻ ആ ടൈപ്പ് അല്ല. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. നല്ലത് കണ്ടാ നല്ലതാന്ന് പറയണം, അതാണ് എന്റെ മാന്യത. മറ്റേത് പത്തറ്റിക്. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. എന്നിട്ട് കുറെ ക്യൂട്ട്നെസ്സും വാരി ഇളകിയിട്ട് ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അഭിപ്രായത്തിൽ എന്തിനു നീ ക്രോസ് ചെയ്യണം, നിന്റെ അഭിപ്രായത്തിൽ ഞാൻ എന്തിനു ക്രോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. വാലിഡ് പോയിന്റ്. പിന്നെ നീ എന്ത് തേങ്ങയാണ് ഇപ്പൊ കാണിക്കുന്നത്? ക്രോസ് ചെയ്യുന്നേ ഇല്ലായിരിക്കും അല്ലേ? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നമ്മളുടെ ടേസ്റ്റ് ബഡ്സിന്റെ അനുസരിച്ചല്ലേ നമുക്ക് അതിന്റെ ഒപ്പീനിയൻ പറയാൻ പറ്റൂ. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. ഓ, അപ്പൊ അണ്ണന്റെ ടേസ്റ്റ് ബഡ്സ് തന്നെ നമുക്ക് എല്ലാവർക്കും വേണമല്ലേ? മറ്റുള്ളവരുടെ മുമ്പ് ചിന്ന കൊച്ചാക്കാൻ നോക്കേണ്ടല്ല. എടാ, നമുക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായം ഉണ്ട്. ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതും അംഗീകരിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ദാറ്റ് സിമ്പിൾ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇത് മറ്റേ പരിപാടിയാ. ഇങ്ങനെ നോക്കും, ഗാലറി മൊത്തം കയ്യടിയാണല്ലോ. ആഹാ, ഇന്നാ ഞാൻ എന്ത് ചെയ്യാ, നെഗറ്റീവ് പറയാം. ധീരതയ്ക്ക് അവാർഡ് വാങ്ങിയിട്ടുള്ള നായർ സാബാണ് ഈ പറയുന്നത്. ഈ ഒരു വിരലില്ലാത്തവനെ ഒരു കൈ ഫുള്ളില്ലാത്തവൻ കുറ്റം പറയാൻ നിൽക്കില്ല. അത് അത്ര വലിയ മാന്യതയല്ല. അയ്യോ, നെഗറ്റീവ് പറഞ്ഞു കുറെ ആൾക്കാർ ജോലി ഇല്ലാത്തവന്മാരാണ്. സിനിമന്റെ ചോറ അത് ഞാൻ ഉണ്ടേ പോകൂ. പടം പോലും കാണാതെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനാ? ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. അത് നിനക്ക് കൊണ്ടെങ്കിൽ താങ്കൾക്ക് കൊണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. ഇഫ് ദ ഷൂ ഫിറ്റ്സ് വിയർ ഇറ്റ് സിൻഡ്രല്ല, അതങ്ങ് ധരിച്ചോളൂ. അല്ലണ്ണാ, ഇഷ്ടപ്പെട്ടില്ലാത്തത് ആക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. അന്ന് ബിഗ് ബോസ് ഇപ്പൊ എന്തൊക്കെയോ കാട്ടായം കാണിച്ചപ്പോ 4 കോണും അടിപൊളിയായിട്ട് താങ്ങ് കെട്ടിക്കൊണ്ടിരുന്നപ്പോ എന്തായിരുന്നു ഒന്ന് പറഞ്ഞത്? ഇത് പൈസ കൊടുത്ത് PR ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചൊരു പരിപാടിയാണ്. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. അതൊക്കെ PR കളിയാണ്. അവര് ചെയ്ത PR, നമ്മളൊരു നല്ല അഭിപ്രായം പറഞ്ഞാൽ അതും PR. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ല. നമ്മള് ഒരു സാധനം സപ്പോർട്ട് ചെയ്തല്ലോ പറഞ്ഞാല് അത് പോസിറ്റീവ് ഓറ ഫാമിങ്. വാവ്, കുറച്ച് സഭ്യമായിട്ട് സംസാരിക്കാ. ഞാൻ 4 ആളറിയുന്ന ഒരു മാനിനാണ്. കുറ്റം പറയാൻ പറ്റൂല. ബിക്കോസ് ഭാര്യ പോലും അതല്ലേ പറയണേ. മോയെ അങ്ങനെയെങ്കിലും സായിക്ക് കുറച്ച് മനസ്സിലായി കഴിഞ്ഞാലേ സായി ഇതൊന്നും പറച്ചിൽ നിർത്തുമെന്നാണ് എന്റെ. നിർത്തിയാ മതിയായിരുന്നു. ഇവനെ എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കില്ല? എന്തായാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ കാരണം ഒരാൾക്ക് ആഹാരം കിട്ടാന്ന് പറയുമ്പം ഉണ്ണിമുഖത്തൻ പറഞ്ഞ പോലെ സന്തോഷമേ ഉള്ളൂ. വളരെ സന്തോഷമേ ഉള്ളൂ. വാങ്ങി ജീവിച്ചോളൂ.
5 മിനിറ്റോളം നല്ല ചട്ടപ്പെട്ട ചട്ടപ്പെട്ട ചട്ടപ്പെട്ടേന്നായിരുന്നു കാര്യങ്ങൾ.